അതെ, ഇത് കണ്ടോ? ഇതെൻ്റെ വീട്ടിലുണ്ടായ പടവലങ്ങയാണേ. ഇതിലിതാ ആ ഒരു പോർഷനിൽ മാത്രമാണ് ട്ടോ കേടുള്ളൂ. ബാക്കി നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇത്രയും വലിയ പടവലങ്ങ കിട്ടി. ആ മാങ്ങ എൻ്റെ വീട്ടിലുണ്ടായതാണ്. ചെമ്മീൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയതാണെന്ന് പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷേ അല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പം എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്ടോ. കറി വെച്ചിട്ട് ഉച്ചയ്ക്ക് ചോറിനൊപ്പം കൂട്ടുമ്പോൾ കൗണ്ട് ചെയ്യും ഞാൻ എത്ര നാടൻ ഭക്ഷണങ്ങൾ ഞാൻ കഴിച്ചു എന്ന് കേട്ടോ. നാടൻ ഭക്ഷണങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ നാടനാന്ന് പറഞ്ഞ് മേടിക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് നാടൻ തന്നെ ആയിരിക്കണം എന്നില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മളായിട്ട് നട്ട് വളർത്തിയത് 100% നമുക്ക് ഉറപ്പുണ്ടല്ലോ അത് നാടനാണെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണേ ഈ പടവലങ്ങയും മാങ്ങയും ചെമ്മീനും കൂടെ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ വെക്കുന്ന രീതിക്ക് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതെല്ലാം നിങ്ങളെല്ലാവരും ഉള്ളതായിരിക്കും കേട്ടോ. പക്ഷെ ഞാൻ കരുതി എന്നാലും എൻ്റെ ഫേവറേറ്റ് ഒരു കറിയാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അത് ഷെയർ ചെയ്യാമെന്ന്. അപ്പം ഞാനിവിടെ പടവലങ്ങയും ഇങ്ങനെ നീളത്തിലാണ് അരിഞ്ഞത്. അതുപോലെ തന്നെ മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ മാങ്ങയ്ക്ക് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ്. പക്ഷെ മാങ്ങ എപ്പോൾ അരിഞ്ഞാലും എത്ര കൺട്രോൾ ചെയ്യാൻ നോക്കിയാലും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല. ഞാൻ അതിൻ്റെ അകത്ത് ഒരു പീസെങ്കിലും എടുത്ത് തിന്നും. അപ്പോൾ ഇതിൻ്റെ മാങ്ങാണ്ടിയുടെ ആ ചുറ്റിരിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് അല്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതും അതിൻ്റെ അകത്ത് എടുത്ത് തിന്നു. അപ്പോൾ ആദ്യം കാണിച്ച ആ മാങ്ങയുടെ മുഴുപ്പ് നിങ്ങൾ നോക്കണ്ട കേട്ടോ. അതിൻ്റെ പകുതി എൻ്റെ അകത്ത് പോയിട്ടുണ്ട്. എന്നാലും നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ തിന്നത്. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള പുളിക്കുള്ള മാങ്ങ അതുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈ കറിക്ക് കുറച്ച് പുളി മുന്നേ നിൽക്കണേ, അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പടവലങ്ങയും അതുപോലെ തന്നെ മാങ്ങയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെമ്മീൻ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ ചെമ്മീൻ ഓൾറെഡി നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞ് നമ്മൾ കഴുകിയിട്ട് നല്ല ഉണക്കി അതുപോലെ വറുത്തെടുത്ത ചെമ്മീനാണ്. അതിൻ്റെ തലയെല്ലാം നുള്ളി ഞാൻ നല്ല പൊടിയെല്ലാം കളഞ്ഞ് ഞാൻ മാറ്റി വയ്ക്കും. നമ്മൾ ഓൾറെഡി ഇത് കഴുകിയതാണ്, എന്നാലും ചെമ്മീനിൽ ആ തലയൊക്കെ നുള്ളി കഴിയുമ്പോൾ ഒരു പൊടി കാണുമല്ലോ. അപ്പോൾ അതെല്ലാം നുള്ളി ഞാൻ മാറ്റിയിട്ട് ആകെ ഇത്രയും ചെമ്മീൻ ഒരു കയ്യിൽ കണ്ടോ, ഇത്ര ചെമ്മീനെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ചെമ്മീൻ കുറച്ചൊരു പേരിന് എന്നാൽ മതി, അതിൻ്റെ സ്വാദ് ഭയങ്കര സെറ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ പടവലങ്ങയും മാങ്ങയും കൂടെ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി കറക്റ്റ് അളവിന് 1 ടീസ്പൂൺ ഉപ്പൊക്കെ അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കല്ലാതെ ഇങ്ങനെ കണക്കൊന്നും അറിയത്തില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അത് നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, നല്ലപോലെ കറക്കി അത് ഞാൻ അവിടെ വേവിക്കാൻ അങ്ങനെ അടച്ചു വെച്ചു. ഇത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട്. നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചെമ്മീൻ ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ നമുക്ക് താളിക്കാനുള്ള ഉള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പം ഞാൻ ചെമ്മീൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഒരു 1.5 ടീസ്പൂണൊക്കെ കാണും കേട്ടോ. ഇതിങ്ങനെ ക്രഷ് ചെയ്തത് മൊത്തം ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊടിക്കരുത്. ഞാൻ ഇടിയലിലാണ് പൊടിച്ചെടുത്തേക്കണേ. അതുപോലെ തേങ്ങയും ഞാൻ നല്ല എന്താ പറയുക, വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയിലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, ചുമ്മാ തേങ്ങ മാത്രമേ അരച്ചിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഉള്ളി 3-4 ഉള്ളി എടുത്തിട്ടുണ്ട്, 2 കറിവേപ്പില തണ്ടു. അപ്പോൾ നോക്കി അപ്പോഴത്തേനും ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും വെള്ളം അങ്ങ് പറ്റിയപ്പോഴത്തേനും ഞാൻ ഈ ചെമ്മീൻ ഇടുവാണ് കേട്ടോ. ഈ ചെമ്മീൻ പൊടിച്ചിടുമ്പം അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ മുഴുവൻ ഇടുന്നേക്കാൾ പ്രത്യേക ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെയാണ് കേട്ടോ നമ്മൾ ചെമ്മീൻ ഇങ്ങനെ പൊടിച്ചിടുമ്പം. പിന്നെ എൻ്റെ ഒരു പ്രത്യേകതയാണ്, ഞാനിങ്ങനെ ഓരോ പീസും വലിയ പീസ് ഒരെണ്ണം എടുക്കും, ചെറിയ പീസ് ഒരെണ്ണം എടുക്കും, ഇടത്തൊരു ഒരു പീസ് എടുത്ത് എല്ലാം എടുത്ത് വെന്തോന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യും കേട്ടോ. അതാണ് എൻ്റെ കുക്കിങ്ങിൻ്റെ പ്രത്യേകത പിള്ളേരെ. ഓക്കെ, ഇത് പിന്നെ ഇച്ചിരി ഇളക്കലും എനിക്ക് കൂടുതലാണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. ഇനി ആ ചെമ്മീനും കൂടി അതിനകത്ത് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതങ്ങ് അടച്ചു വെച്ചേക്കുക കേട്ടോ. ചെമ്മീൻ ഓൾറെഡി നമ്മൾ വറുത്തെടുത്തുകൊണ്ട് അത് പിന്നെ കുക്കാവാൻ ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. അതവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും എന്താ പറയുക, നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, ബാക്കിയെല്ലാം സെറ്റാക്കി വെച്ചേക്കുമല്ലേ. ഓക്കെ, അപ്പോൾ കണ്ടോ ഈ മണം ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ ഇട്ടിട്ട് നമ്മൾ തുറക്കുമ്പോൾ ഈ മണം കണ്ടോ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഇല്ല കേട്ടോ. ഓക്കെ, ഈ ഒരു പരുവത്തിനാണ് നമ്മൾ തേങ്ങ അരയ്ക്കുന്നത്. തേങ്ങ അപ്പം ഞാൻ ഒത്തിരി വെള്ളത്തിൽ അരച്ച് വെച്ചിട്ടില്ല കേട്ടോ, നല്ല കുറുകിയ പരുവത്തിൽ അരച്ച് വെച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ലാസ്റ്റ് വെള്ളം ചേർക്കാമെന്ന്. ഇത് തേങ്ങ ചേർക്കാതെയും നിങ്ങൾക്ക് ചാറുകറി പോലെ ഇത് ഉണ്ടാക്കിയെടുത്താലും നമുക്ക് ഇപ്പം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പാകത്തിന് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് തേങ്ങ ചേർത്തില്ലെങ്കിലും, ഞാൻ അങ്ങനെ ഇവിടെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ തേങ്ങ ഇട്ടിപ്പം കുറുകിയിരിക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് ഇച്ചിരി വെള്ളം കൂടി 1-2 പ്രാവശ്യം ഞാൻ കുറച്ച് വെള്ളം കൂടി പാകത്തിന് നോക്കി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് സെറ്റായി. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ താളിക്കാനുള്ള സാധനം എടുക്കണേ. അപ്പോൾ കണ്ടോ ഇച്ചിരി കൂടി വെള്ളം ഞാൻ അത് നിങ്ങളുടെ പാകത്തിന് നിങ്ങളങ്ങ് ഒഴിച്ചാൽ മതി കേട്ടോ. അതിന് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ലാന്നേ, എല്ലാം ഒരു മനക്കണക്ക്.
ഓക്കെ. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് താളിക്കണം. ഇനി അതിന് വേണ്ടി അതിന് പ്രത്യേകിച്ച് ഞാനൊന്നും പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അല്ലല്ല, താളിക്കാൻ വരട്ടെ. അതിന് മുന്നേ ഇതൊന്ന് തിളയ്ക്കണം കേട്ടോ. ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേനും ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് താളിക്കാം. ഓക്കെ. അപ്പോൾ ആ ചീനച്ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. അതിനകത്തോട്ട് ഞാൻ കുറച്ച് കടുകെടുത്തു. കടുകിടുമ്പോൾ തന്നെ ചറപറാന്ന് പൊട്ടണം കേട്ടോ. ആ ഒരു പരിവാണ് വേണ്ടത്. ഞാൻ കടുകിടാറില്ല സാധാരണ. ഇടയ്ക്കൊക്കെ കടുകിടും കേട്ടോ. ഇങ്ങനെ ഇച്ചിരി ഗോഷ്ടി ഒരിച്ചിരി കടുക് അങ്ങനെയൊക്കെ കാണിച്ച് ഇച്ചിരി ഗോഷ്ടി കാണിച്ച് പറയാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് കടുകിടാറുണ്ട്. അപ്പോൾ കടുകിടും, പിന്നെ കുറച്ച് ഉള്ളി, പിന്നെ ആ കറിവേപ്പില അതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ മുളക് പൊടി ഇടണം. ഈ മുളക് പൊടി എണ്ണയിൽ മൂപ്പിച്ച് നമ്മുടെ കറിയിലോട്ട് ചേർക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണേ. നമ്മളിപ്പോൾ പടവലങ്ങയുടെയും മാങ്ങയുടെ ഒപ്പം ഇട്ട് നമുക്ക് മുളക് പൊടി ഇട്ടിട്ട് വേവിക്കാം. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് ഇതിനാണെന്നാണ് എനിക്ക് തോന്നാറ് കേട്ടോ. അപ്പം നമ്മൾ ഇത് മൂക്കുന്ന വരെ കണ്ടോ എൻ്റെ ഇളക്ക് ശ്രദ്ധിച്ചു, ചറപറാന്ന് ഇളക്കണം. ഒരു മിനിറ്റ് എൻ്റെ കൈക്ക് വിശ്രമം ഉണ്ടാവില്ല. അപ്പോൾ ഇത് മൂത്ത് വരുമ്പോഴത്തേനും ഇതിനകത്തോട്ട് മുളക് പൊടി ഇട്ട് ഒരു സ്പൂൺ മുളക് പൊടി അത് ആവശ്യത്തിന് ഇടാൻ കേട്ടോ. ഒരു സ്പൂൺ, ഒരു 1.5 സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട്. അപ്പോൾ ഇച്ചിരി 1.5 സ്പൂൺ മുളക് പൊടി, എന്നിട്ട് അത് കറിയിലോട്ട് ഒഴിച്ചു. എന്നിട്ട് അതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചു. അപ്പോൾ നമ്മുടെ കറി സെറ്റ്. ആഹാ, ഇനി നമുക്ക് കുറച്ചൊന്ന് എനിക്ക് ഈ കറി മാത്രം മതി കേട്ടോ. നമുക്ക് നല്ല ചോറിന് ഈ കറി മാത്രം മതി. കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം, നാടൻ ഫുഡുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാം കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കാണിക്കാം. ഡെക്കറേഷൻ പ്രത്യേകിച്ചൊന്നുമില്ല. 2 കറിവേപ്പില എടുക്കുക, ഒരു പ്ലേറ്റിൽ കുറച്ച് കറി ഒഴിക്കുക. എനിക്കിപ്പോൾ തന്നെ വായിൽ വെള്ളം വന്നിട്ട്. എനിക്ക് ഇതിനകത്ത് ഇറക്കണ ഈ മാങ്ങ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതേ കണ്ടോ, ഇതേ എന്ത് സോഫ്റ്റായിട്ടിരിക്കണമെന്ന് നോക്കി. ആഹാ, ഭയങ്കര ചൂടാണേ. ഞാനതൊന്ന് ജസ്റ്റ് തിന്ന് നോക്കി. ഉപ്പും എല്ലാ സാധനങ്ങളും കറക്റ്റായിട്ടുണ്ട്. പുളി ഇച്ചിരി മുന്നേ നിൽപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടാറ്റാ, ബൈ ബൈ.